ഫുഡ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 1-ലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ടോപ്പിക്സാണ് നമ്മൾ നോക്കുന്നത്. ഫുഡ് സേഫ്റ്റി എന്നാണ് അതിൻ്റെ മൊഡ്യൂൾ 1-ൻ്റെ ടൈറ്റിൽ. അതിനകത്ത് ബെഞ്ചമിൻ സെഫാനിയയുടെ ടോക്കിംഗ് ടർക്കീസ് എന്നുള്ളൊരു പോവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനകത്ത് ഒരു യൂട്യൂബ് ലിങ്കൊക്കെ നിങ്ങളുടെ സിലബസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ആ യൂട്യൂബ് ലിങ്കിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് പോയട്രിയാണ് കേട്ടോ ഇത്. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ഹ്യൂമറസ് ഒക്കെ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോവമാണിത്. സോ അത് യൂട്യൂബിൽ വെച്ച് തന്നെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദി പോയറ്റ് ആൻഡ് ദി പോവം. ബെഞ്ചമിൻ സെഫാനിയ ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ജമൈക്കൻ പോയറ്റാണ്, റൈറ്ററാണ്, ആക്ടിവിസ്റ്റാണ്. സോ അദ്ദേഹം എഴുതുന്ന കവിതകളെ നമ്മൾ പെർഫോമൻസ് പോയട്രി എന്നാണ് വിളിക്കുന്നത്. ജമൈക്കൻ ലാംഗ്വേജിലാണ് അല്ലെങ്കിൽ ജമൈക്കൻ സ്ലാങ്ങിലാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ ഒരു പോവം. ഹ്യൂമർ, റിതം ആൻഡ് എ സ്ട്രോങ് സോഷ്യൽ മെസ്സേജ് അതാണ് ഇതിനകത്തുള്ളത്. റേസിസത്തിനെ കുറിച്ചും ആനിമൽ റൈറ്റ്സിനെ കുറിച്ചും ആൻറ്റി വയലൻസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിന് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. സോ ബെഞ്ചമിൻ സെഫാനിയ ഒരു പാഷനേറ്റ് വെജിറ്റേറിയൻ ആണ്, ആനിമൽ റൈറ്റ്സ് അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ഈ ടോക്കിംഗ് ടർക്കീസ് എന്നുള്ള ഈ ഒരു പോയത്തിനകത്ത് ഈ തീമെല്ലാം സ്ട്രോങ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്. 1994 ടോക്കിംഗ് ടർക്കീസ് എന്നുള്ള ആ ഒരു കളക്ഷനകത്തുള്ള പോം തന്നെയാണിത്. നമ്മുടെ കളക്ഷൻ്റെ പേരും ടോക്കിംഗ് ടർക്കീസ് എന്നാണ്, നമുക്ക് പഠിക്കാനുള്ള പോയത്തിൻ്റെ പേരും ടോക്കിംഗ് ടർക്കീസ് എന്നാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയും യങ് റീഡേഴ്സിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഒരു സ്ട്രോങ് മെസ്സേജ് ഇതിനകത്തുണ്ട്. അതായത് ആളുകളുടെ അടുത്ത് ഇദ്ദേഹം പ്ലീഡ് ചെയ്യുവാണ്, വളരെ ഹ്യൂമറസ് ആയിട്ടും വളരെ പാഷനേറ്റ് ആയിട്ടും. ക്രിസ്മസിൻ്റെ അന്നോ അല്ലെങ്കിൽ അതർ ഫെസ്റ്റിവൽസിൻ്റെ അന്നോ ടർക്കീസിനെ നിങ്ങൾ തിന്നരുത്. സോ അദ്ദേഹം ഒരു കരീബിയൻ ഋതത്തിലാണ് എഴുതി പോയേക്കുന്നത്, ഇൻഫോർമൽ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. സ്പോക്കൺ വേർഡ് സ്റ്റൈലിലാണ് ഇതിനെക്കുറിച്ച്, ആനിമൽസിനെ കുറിച്ചും ആനിമൽസിൻ്റെ ലൈഫ് റെസ്പെക്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. സോ സെഫാനിയ ഇത് പോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്ന ലൈൻ എന്ന് പറയുന്നത്, ബി നൈസ് ടു യുവർ ടർക്കീസ് ദിസ് ക്രിസ്മസ്. റീഡേഴ്സിൻ്റെ അടുത്ത് അദ്ദേഹം പറയുവാണ്, കൈൻഡായിട്ട് ടർക്കീസിനെ ട്രീറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെ പോലെ കമ്പയർ ചെയ്യുക, ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കുക ടർക്കീസുമായിട്ട്, അല്ലാതെ ഫുഡായിട്ട് ടർക്കീസിനെ കൺസിഡർ ചെയ്യരുത്. ആൻഡ് അദ്ദേഹം പറയുന്നത് ടർക്കീസിനും അവർക്കും ഒരു റൈറ്റ് ടു ലൈഫ് ഉണ്ട്, അവർക്കും ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട്, അല്ലാതെ അവരെ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളൊരു ഫുഡായിട്ട് മാത്രം ഇതിനെ കാണരുത്. ആൻഡ് എന്താണ് ടർക്കികൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കാനാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് അവരും ലിവിങ് ബീയിങ്സ് ആണ്, ആൻഡ് ദേ ഓൾസോ ഹാവ് ഇമോഷൻസ് എന്ന് ഇദ്ദേഹം പറയുന്നു. ക്രിസ്മസിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം വിത്തൗട്ട് കില്ലിങ് ആനിമൽസ്. കമ്പാഷൻ കാണിച്ചും നമുക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ആ ക്രിസ്മസ് ഡിന്നർ എന്നുള്ള ട്രഡീഷണൽ ഐഡിയ ഇദ്ദേഹം ക്ലെവറായിട്ട് ഒരു അപ്സൈഡ് ഡൗൺ ആക്കി മാറ്റുവാണ്. അതായത് റീഡേഴ്സിൻ്റെ അടുത്ത് പറയുവാണ്, ടർക്കീസിനെ ഇൻവൈറ്റ് ചെയ്ത് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യുക, അല്ലാതെ അവരെ തിന്നുന്നതിന് പകരം. ക്രിസ്മസിൻ്റെ ആ ഡിന്നറിന് ഒരു ഡിന്നർ നൈറ്റിൽ ടർക്കീസിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ഫുഡ് കൊടുക്കുക, നോട്ട് ജസ്റ്റ് കിൽ ദം അല്ലെങ്കിൽ ഈറ്റ് ദം. ഒരു ജോയ്ഫുൾ റിതമിക് ടോണിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. കൈൻഡ്നെസ് അല്ലെങ്കിൽ അവെയർനെസ് ഇതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം എൻകറേജ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ജമൈക്കൻ ഡയലക്റ്റിലാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് ബി നൈസ് ടു യു, വൈ യു എന്ന് മാത്രമേ പറയത്തുള്ളൂ, യു ആർ എന്നാണ്, പക്ഷേ അദ്ദേഹം ആ ഒരു ഡയലക്റ്റിലാണ് സംസാരിക്കുന്നത്. ബി നൈസ് ടു യുവർ ടർക്കീസ് ദിസ് ക്രിസ്മസ്. നമ്മൾ അതിൻ്റെ ആ ഒരു ലൈൻ എടുത്ത് നോക്കുമ്പോൾ DIS എന്നേ ഉള്ളൂ ദിസിന്, ദിസ് ക്രിസ്മസ്. അപ്പോൾ അതിനകത്തെ ഫോണറ്റിക് സ്പെല്ലിങ്ങും റിതമിക് മീറ്റും ഒക്കെ അതിന് കുറച്ച് മ്യൂസിക്കൽ ആൻഡ് പെർഫോമേറ്റീവ് ആയിട്ട് മാറ്റുന്നുണ്ട്. ലാംഗ്വേജ് കുറച്ച് പ്ലേഫുൾ ആൻഡ് കോൺവെർസേഷണലാണ്, അതുകൊണ്ട് കുട്ടികൾക്കും അഡൽസിനും ഒരുപോലെ ഇഷ്ടപ്പെടും. റെപ്പറ്റീഷൻ ഉണ്ട്. കൊളോക്കിയൽ ആയിട്ടുള്ള ഹ്യൂമറാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഓഫ് എനർജി ആൻഡ് റിഥമാണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. അതായത് ലിവിങ് ബീയിങ്സിനെ, ആനിമൽസിനെ എന്ത് ചെയ്യണം, ലിവിങ് ബീയിങ്സ് ആയിട്ട് കാണുക, ടു റീതിങ്ക് ചെയ്യുക, അല്ലാതെ കമ്മോഡിറ്റീസിനെ പോലെ കാണരുത്. കൈൻഡ്നെസ്, പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് വേണം. അതാണ് ട്രൂ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് പോവമാണെങ്കിലും ഒരു റെവല്യൂഷണറി കൈൻഡ് ഓഫ് ടച്ച് ഇതിനുണ്ട് അല്ലേ. പീസും യൂണിറ്റിക്കും ലവിനും വേണ്ടി എല്ലാ ലിവിങ് ബീയിങ്സിനും അത് വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു ഓറൽ പോയറ്റിക് സ്റ്റൈലാണ് പറയുന്നത് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നതല്ല, ഇദ്ദേഹം പെർഫോം ചെയ്ത് പറയുവാണ് ഈ പോവം. അപ്പോൾ അത് വളരെ പവർഫുൾ ആൻഡ് മെമ്മറബിൾ ആണ്. അപ്പോൾ ഒരു മോർ ദാൻ എ ചിൽഡ്രൻസ് പോവം, ഇതൊരു സോഷ്യൽ ആൻഡ് എത്തിക്കൽ പ്രൊട്ടസ്റ്റ് പോവമാണ്. ഹ്യൂമറിലൂടെയും റിഥമിലൂടെയും ഒക്കെ പറഞ്ഞു പോയേക്കുവാണ്. ഒരു എന്താ പറയുക, എല്ലാവരുടെ അടുത്തും, അതായത് ആനിമൽസിൻ്റെ അടുത്ത് അവർക്കും റൈറ്റ് ടു ലൈഫ് ഉണ്ട്. സോ അവരെ കില്ല് ചെയ്യാതിരിക്കുക, അവരെ കൈൻഡ്നെസ് കൊണ്ട് ട്രീറ്റ് ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പോൾ ഈ പോയറ്റ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ലി, ഒരു എന്താ പറയുക, ഒരു
പ്ലീഡ് ചെയ്യുകയാണ് നമ്മളുടെ അടുത്ത്. ഒരു എന്താ പറയുക, കൈൻഡ്നെസ്സും കമ്പാഷനും കാണിക്കുക ടർക്കീസിൻ്റെ അടുത്ത് ഡ്യൂറിങ് ദി ക്രിസ്മസ് പീരീഡ്. ബിക്കോസ് ആ സമയത്താണ് ടർക്കീസിനെ എല്ലാവരെയും കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നത്. ആൻഡ് ഹ്യൂമറസ്ലി പറയുന്നത് ടർക്കിയെ ഒരു ഹ്യൂമനായിട്ട് ഇദ്ദേഹം അങ്ങ് പറയുവാണ്, കമ്പയർ ചെയ്യുവാണ്. അവർക്ക് പിന്നെന്താണ് ഫൺ ലൈഫ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ടർക്കീസ് എന്ന് പറയുന്നത് എന്താണ്, ഫൺ ആൻഡ് ലവബിൾ ക്രീച്ചേഴ്സ് ആണ്, അല്ലാതെ ഫുഡ് ഐറ്റം അല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഒരു പവർഫുൾ റിമൈൻഡർ ആണ്, ടർക്കീസ് ലിവിങ് ബീങ്സ് ആണ്, അവർക്കും ഫാമിലീസും ഫീലിങ്സും റിലേഷൻഷിപ്സും ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, ഒരു എംപത്തി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് കരീബിയൻ സ്ലാങ്ങിനും അല്ലെങ്കിൽ ജമൈക്കൻ ഡയലക്റ്റിലുമാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. ഒരു സ്ലാങ്ങും ഡയലക്റ്റും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതായത് സ്ലാങ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെ മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു വേർഡാണ് വിക്കഡ് എന്നുള്ളത്. വിക്കഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസം അല്ലെങ്കിൽ ഗ്രേറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ടർക്കീസ് ആർ വിക്കഡ്. വിക്കഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവ് മീനിങ് ആണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ വിക്കഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവിൾ അങ്ങനെയുള്ളൊരു മീനിങ് അല്ല, ഫണ്ണാണ് അല്ലെങ്കിൽ ഓസമാണ്, ഗ്രേറ്റ് ആണെന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. ആൻഡ് എവറി ടർക്കി ഹാസ് എ മം എന്ന് പറയുന്നുണ്ട്. എല്ലാ ടർക്കികൾക്കും ഫാമിലീസും ഉണ്ട്, ഫീലിങ്സും ഉണ്ട്, റിലേഷൻഷിപ്സും ഉണ്ട്, അവർക്കും അമ്മമാരൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ബി നൈസ് ടു യുവർ ടർക്കീസ് ദിസ് ക്രിസ്മസ് എന്നുള്ള ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ സ്റ്റാൻസിലും വരുന്നുണ്ട്. അതിനെ തിന്നരുത്, അതിനെ എലൈവ് ആക്കി വെക്കുക എന്നാണ് പറയുന്നത്, ഫ്രീ ആക്കി വിടുക. ആനിമൽസിന് നമ്മുടെ ഫ്രണ്ട്സ് ആവാൻ പറ്റും, അല്ലാതെ അവരുടെ മീൽസ് ആക്കി മാറ്റരുത് നമ്മൾ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ടർക്കിയുടെ കൂടെയാണ് ഞാൻ, ഐ ആം ഓൺ യുവർ സൈഡ് എന്നാണ് ടർക്കികളുടെ അടുത്ത് ഇദ്ദേഹം അഡ്രസ്സ് ചെയ്ത് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റിനെ പോലെ ടർക്കികൾക്ക് വേണ്ടി സംസാരിക്കുവാണ് നമ്മളുടെ അടുത്ത്. ഒരു പേഴ്സോണിഫിക്കേഷൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ടർക്കീസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ആനിമൽസും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള വേർതിരിവ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഹ്യൂമൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്, പക്ഷേ ടർക്കികൾക്ക് അത് സീസൺ ഓഫ് ഡെത്ത് ആണ്. അപ്പം ആ ക്രൂവൽറ്റി നമ്മൾ ഒഴിവാക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ടർക്കീസ് സംസാരിക്കുന്ന പോലെ ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഹ്യൂമൻസ് എന്ന് പറയുന്ന ക്രിസ്മസിന്റെ ആ ഒരു ട്രൂ മീനിങ് റൂയിൻ ചെയ്തു എന്ന് ടർക്കീസ് പറയുവാണ്. ആൻഡ് ഓൾസോ ഹ്യൂമൻസ് എല്ലാം ദേ ആർ ഔട്ട് ഓഫ് ദിയർ മൈൻഡ് എന്ന് ടർക്കീസ് പറയുന്ന പോലെയും പറയുന്നുണ്ട്. അതായത് ഇറാഷണൽ ആയിട്ട് നമ്മളെല്ലാം ക്രിസ്മസ് സീസണിൽ ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഒരു പ്ലേഫുൾ സ്റ്റോറി ടെല്ലിങ്ങിൽ ടർക്കിക്ക് വോയിസും പേഴ്സണാലിറ്റിയും കൊടുത്തിട്ടാണ്, ഒരു ഹ്യൂമനെ പോലെയാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു മാനും ആനിമലും തമ്മിലൊരു കോൺവെർസേഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് ടർക്കി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഒരു ലൈനും കൂടെ ഉണ്ട്. അപ്പം ബെഞ്ചമിൻ എന്നാണല്ലോ ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഒരു ടർക്കി സംസാരിക്കുവാണ് സ്റ്റാൻസ 4-ൽ 14th ലൈനിൽ, ബെഞ്ചി എക്സ്പ്ലെയിൻ ടു മീ പ്ലീസ് ഹൂ പുട്ട് ദി ടർക്കി ഇൻ ക്രിസ്മസ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ക്രിസ്മസ് ട്രീസ്. ഇത് ഒരു ടർക്കി ഇദ്ദേഹത്തിനോട് ചോദിക്കുന്ന പോലെ ഇദ്ദേഹം തന്നെ പറയുവാണ് നമ്മളുടെ അടുത്ത്. അപ്പോൾ ടർക്കി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, ആരാണ്, അതായത് ഈ ഒരു റിലീജിയസ് ഫെസ്റ്റിവലിൽ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരു സെൻട്രൽ ഫുഡ് ഐറ്റം ആക്കി മാറ്റിയത്. ആൻഡ് ഓൾസോ എന്താ പറയുക, ഈ ട്രീസ് ഒക്കെ എന്തിനാ വെറുതെ കട്ട് ചെയ്ത് കളയുന്നത്, അതായത് ആ നേച്ചറിന്റെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ടർക്കി ചോദിക്കുന്ന പോലെയാണ്, ആരാണ് ഈ ട്രീ ഒക്കെ കട്ട് ചെയ്യുന്നത് ക്രിസ്മസിന് വേണ്ടി, ട്രീസ് ഒക്കെ എന്തിനാ കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇയാൾ പറയുവാണ്, നമ്മുടെ ബെഞ്ചമിൻ സെഫനിയ പറയുക എന്താണ്, ഹി ഡസൻ നോ ദ ഫുൾ റീസൺ, അയാൾക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. ടർക്കിയുടെ അടുത്ത് അങ്ങോട്ട് പറയുകയാണ്, എനിക്കറിയത്തില്ല. ആൻഡ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കില്ലിങ് ആനിമൽസും ക്രൈസ്റ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഹ്യൂമൻസ് ഗ്രീഡി ആയിട്ട് എല്ലാ കാര്യങ്ങളെയും വേസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, മോർ ദാൻ ദേ നീഡ്. അവരവരുടെ സ്പിരിച്വൽ വാല്യൂസ് ഈ ക്രിസ്മസ് സീസണിൽ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ആളുകൾ ഒരു ബിസിനസ് ആക്കി ഇതിനെ എടുക്കുവാണെന്നാണ് പറയുന്നത്, ക്രിസ്മസിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുവാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് ടർക്കീസ് പോയിട്ട് ഹ്യൂമറസ്ലി പറയുന്നത് വെച്ചാൽ എന്താ, അവരെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് വെജിറ്റേറിയൻ ഫുഡ് അവർക്കും കൂടെ കൊടുക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ അവരുമായിട്ട് നിന്ന് ഈ ഒരു ഫെസ്റ്റിവൽ ഷെയർ ചെയ്ത് ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുക ഫുഡ് എന്നും പറയുന്നുണ്ട്. വെജിറ്റേറിയനിസം അല്ലെങ്കിൽ ഓർഗാനിക് ബീൻസ് ഇവർക്ക് കൊടുത്ത് കഴിക്കാനാണ് പറയുന്നത്. അതായത് ഹെൽത്തി ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള മീല് കൊടുക്കുക, എല്ലാവരും എൻജോയ് ചെയ്യുക. ആൻഡ് ഫൈനൽ റിമൈൻഡർ എന്ന് വെച്ച് വീണ്ടും ഫൈനലായിട്ട് ഇവർ പറയുന്നുണ്ട്, ഇയാൾ പറയുന്നുണ്ട്, ബി നൈസ് ടു യുവർ ടർക്കീസ് ദിസ് ക്രിസ്മസ് എന്നുള്ള ലൈൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് 7 സ്റ്റാൻസയാണ് കേട്ടോ ഇതിനുള്ളത്. ആൻഡ് ഓൾസോ നൈഫിന്റെ ഒരു ഇമേജ് പറയുന്നുണ്ട്, അതായത് ഇവരുടെ ലൈഫെല്ലാം വെറുതെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട് നൈഫിന്റെ ഇമേജ് വെച്ചിട്ട്. ഒരു കോമിക്കൽ ട്വിസ്റ്റ് ഉണ്ട്, അതായത് അദ്ദേഹം പറയുവാണ് ടർക്കീസ് എല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത് ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ടർക്കി റൈറ്റ്സിന് വേണ്ടി എന്നാണ് പറയുന്നത്. പോയം എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യൂണിറ്റി ആൻഡ് ഹോപ്പോട് കൂടിയാണ്.
ഹ്യൂമൻ ബീങ്സ് കമ്പാഷനേറ്റ് ആയിട്ടും എല്ലാ ലിവിങ് ബീങ്സിൻ്റെയും ലൈഫ് റെസ്പെക്ട്ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻക്ലൂഡിങ് ആനിമൽസ് ദേ ക്യാൻ ലിവ് ബെറ്റർ ആൻഡ് ഹാപ്പിയർ എന്ന് പറയുന്നു. സോ ആൻറ്റി ക്രൂവൽറ്റി, ആനിമൽസിനോട് കമ്പാഷൻ വേണം, കൺസ്യൂമർ ഗ്രീഡ് റിജക്റ്റ് ചെയ്യുക, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ എന്തിനാ കട്ട് ചെയ്ത് കളയുന്നത് ചോദിക്കുന്നുണ്ടല്ലോ. ഹ്യൂമറസ് ആണ്, റിബല്യസ് ആണ്, പിന്നെന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ലൈൻസ് വരുന്നുണ്ട്. ട്രൂ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ലവ് ആൻഡ് കൈൻഡ്നെസ് ആണ്, ആൻഡ് നോട്ട് കില്ലിംഗ് ഓർ ഗ്രീഡ്. അതാണ് ഈ പോയത്തിനകത്ത് പഠിപ്പിക്കുന്നത്.